നമ്മളിപ്പോൾ ദേ പെരിയാർ ടൈഗർ റിസർവിലാണ്. ഇത്തവണ വന്നിരിക്കുന്നതേ ബോട്ടിങ്ങിനാണ്. ഇപ്പോൾ അവധിക്കാലമല്ലേ. അപ്പോൾ അവധിക്കാലത്ത് കാടിനെ കാണാനും കാട്ടിലെ മൃഗങ്ങളെ കാണാനും ഒക്കെ ആഗ്രഹമുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് വരാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ് ബോട്ടിങ്. പിന്നൊന്നുള്ളത് ഗവിയിലേക്കുള്ള ബസ് സഫാരിയാണ്. ബോട്ടിലിരുന്നുകൊണ്ട് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും കാട്ടിലെ മൃഗങ്ങളെ കാണാനും ഒക്കെയുള്ള ഒരു ഓപ്ഷനാണ് തേക്കടിയിലെ ബോട്ടിങ്. പെരിയാർ ടൈഗർ റിസർവിനകത്ത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറിനകത്താണ് ഈ ബോട്ടിങ് നടക്കുന്നത്. അവധിക്കാലം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. സോ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക. പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ്ലി ബോട്ട് ചെയ്തിട്ട് ഏത് ടൈമിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ടൈം എന്നുള്ളതും ഏറ്റവും കൂടുതൽ ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്നതെന്നുള്ളതും ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നതെന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിങ്ങിലേക്ക് പോകാം. അവധിക്കാലമായതുകൊണ്ട് ഏത് സമയത്ത് ബോട്ടിങ്ങിന് വന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടണമെന്നില്ല. 5 തവണയായിട്ടാണ് ഇവിടെ ബോട്ടിങ് നടക്കുന്നത്. രാവിലെ 7:30, 9:15, 11:15, ഉച്ചയ്ക്ക് 1:30, പിന്നെ ഉച്ച കഴിഞ്ഞ് 3:30. അതിൽ 3 ബോട്ടിങ്ങിന് നമ്മൾ പോയിട്ട് അപ്പോൾ കിട്ടിയ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബോട്ടിൽ കയറിയപ്പോൾ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ചെറിയ ബോട്ടിൽ കയറി പോകുന്നത്. KTDCയുടെ ലേക്ക് പാലസ് റിസോർട്ടിൽ താമസം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ കയറിയിരിക്കുന്ന ബോട്ട് KTDCയുടെ ബോട്ടാണ്. KTDCയുടെ ബോട്ടിങ്ങിന് ചാർജ് വരുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ 450 രൂപയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയ ബോട്ടിനാണെങ്കിൽ 255 രൂപയാണ് ഒരാളുടെ ചാർജ് വരുന്നത്. 11:15 ബോട്ടിങ്ങാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നടുക്കത്തെ ലെയർ സീറ്റിലിരിക്കുന്നവർക്ക് കാഴ്ചകൾ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. 3 ലെയറായിട്ടാണ് ഈ വലിയ ബോട്ടിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പർ ഡെക്കിലും ലോവർ ഡെക്കിലും 3 ലെയർ തന്നെയാണ് വലിയ KTDCയുടെ ബോട്ടിൽ സീറ്റിംഗ്. ബോട്ടിങ്ങിൻ്റെ ആദ്യത്തെ സൈറ്റിങ് ഒരു കാട്ടുപോത്താണ്. ഒരു മെയിലാണ്. നല്ല കറുത്ത കളറൊക്കെ ആയിട്ട് ലേക്കിൻ്റെ സൈഡിൽ നിന്നിട്ട് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. 11:15 ബോട്ടിങ്ങിന് ആകെ കണ്ട കാഴ്ചകളെന്ന് പറയുന്നത് ഒരു കാട്ടുപോത്തും ഈ ഒരു മോണിറ്റർ ലിസാർഡും പിന്നെ ഒരു മ്ലാവും മാത്രമാണ്. ഈ മോണിറ്റർ ലിസാർഡിൻ്റെ കാലിനെന്തോ ചെറിയൊരു പരിക്കുള്ളതുകൊണ്ടാണ് വളരെ സ്ലോയിൽ നടന്നു നീങ്ങുന്നത്. സാധാരണ ഈ ആൾക്കാരുടെ സാമീപ്യം ഇഷ്ടപ്പെടാത്ത ഇവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടി മറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റൗണ്ട് അടിച്ചു വന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ട കാട്ടുപോത്ത് അതേ സ്ഥലത്ത് തന്നെ തിരിഞ്ഞു നിന്ന് പുല്ല് തിന്നാണ്. പിന്നെ കണ്ടത് ഈ ഒരു മ്ലാവിനെ കൂടിയാണ്. അങ്ങനെ ആദ്യത്തെ ബോട്ടിങ് ഏകദേശം തീർന്നു. കാര്യമായ സൈറ്റിങ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ തേക്കടിയിൽ വരുന്ന ആളുകൾ ആനിമൽസിനെ കാണുക എന്നൊരു ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല വരുന്നത്. പക്ഷേ ഇവിടെ ബോട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ രണ്ടാമത്തെ ഉച്ചയ്ക്ക് 1:30 ബോട്ടിങ്ങിന് കയറി. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടാണ്. 255 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇത് ചെറിയ ബോട്ടായതുകൊണ്ട് തന്നെ 2 സൈഡിൽ മാത്രമേ സീറ്റിംഗ് ഉള്ളൂ. അതുകൊണ്ട് കാഴ്ചകൾ 2 സൈഡിലിരുന്ന് നല്ല സുഖമായിട്ട് കാണാനും പറ്റും. തുടങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഒരു മ്ലാവിനെയാണ്. പിന്നെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് ഉണങ്ങിയ മരക്കുറ്റികളിലിരിക്കുന്ന ഒരുപാട് ബേഡ്സ്. നീർക്കാക്കയും റിവർ ടേണും ഒക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ബോട്ടിങ്ങിന് കണ്ട കാട്ടുപോത്ത് ആ ഒരു ഏരിയ വിട്ട് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് സ്ഥിരം ഏരിയ ആണെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് വേറൊരു കൂട്ടം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊന്നിച്ചുള്ളവരാണോന്നറിയില്ല, പക്ഷേ അധികം ഡിസ്റ്റൻസിലല്ല ഇവരുള്ളത്. സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങുന്ന സമയത്താണ് ഇവർ മെല്ലെ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. രാവിലത്തെ 2 ബോട്ടിങ്ങിലും നമ്മൾ കയറിയ 11:15-ൻ്റെയും 1:30-യുടെയും ബോട്ടിങ്ങിലും ആനയുടെ സൈറ്റിങ്സ് ഒന്നും തന്നെ കിട്ടിയില്ല. കാട്ടുപോത്തും മ്ലാവും മാത്രമാണ് സൈറ്റിങ്സ് ഉണ്ടായിരുന്നതെന്നാണ് ബോട്ടിലുള്ളവർ പറഞ്ഞത്. തേക്കടിയിലെ ബോട്ടിങ്ങിൽ ടൈഗർ സൈറ്റിങ് വളരെ റെയറായിട്ട് കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2024-ൽ 2 തവണ രാവിലത്തെ ബോട്ടിങ്ങിന് ടൈഗർ സൈറ്റിങ് കിട്ടി. ബോട്ടായതുകൊണ്ട് തന്നെ ബോട്ടിൻ്റെ ശബ്ദവും ആൾക്കാരുടെ സൗണ്ടും ഒക്കെ കാരണം ടൈഗർ നിൽക്കാതെ വിട്ടുപോയി എന്നാണ് അറിയാനും കഴിഞ്ഞത്. അങ്ങനെ രണ്ടാമത്തെ ബോട്ടിങ് തീരാനായപ്പോഴത്തേക്ക് 2 വേഴാമ്പലുകളെയും കൂടെ കാണാൻ പറ്റി. അവർ ഒരു പെയറാണ്, മലമുഴക്കി വേഴാമ്പൽ. ഈ സമയത്ത് ഇവർ കൂട് കൂട്ടുന്ന ടൈം കൂടിയാണ്. കുറച്ച് സമയം ഇങ്ങനെ അവിടെ വട്ടമിട്ട് പറന്നിട്ട് പിന്നെ അവർ ദൂരേക്ക് പറന്നു പോവുകയാണ് ചെയ്തത്. 3:15 ബോട്ടിങ്ങിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് തന്നെയാണ് ചൂസ് ചെയ്തത്. ആ സമയത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആനിമൽസിൻ്റെ എണ്ണമൊക്കെ മെല്ലെ മെല്ലെ കൂടി തുടങ്ങുന്നുണ്ട്. വെയിൽ നന്നായിട്ട് താഴ്ന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലാവരും വെള്ളം കുടിക്കാനും തീറ്റ തിന്നാനും ഒക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ കരയിലേക്ക് ഇറങ്ങി തുടങ്ങി. ഒരു മ്ലാവിൻ്റെ ചെറിയൊരു കൂട്ടമാണ്. ഒരു ചെറിയ കുട്ടിയും 2 വലിയ മ്ലാവുകളുമായിട്ട്
പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടിൽ ഏകദേശം 60 സീറ്റാണുള്ളത്. KTDC ആണെങ്കിൽ 110 സീറ്റ്. അതുകൊണ്ട് തന്നെയാണ് KTDCക്ക് 3 ലെയർ സീറ്റിംഗ് വരുന്നത്. അപ്പോൾ നടുക്കത്തെ ലെയറിൽ ഇരിക്കുന്നവർക്ക് സൈഡിലത്തെ കാഴ്ച കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ബോട്ടിൽ തന്നെ ബോട്ടിംഗ് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെരിയാർ ടൈഗർ റിസർവ് .org എന്ന സൈറ്റിലാണ് ഫോറസ്റ്റിൻ്റെ ബോട്ടിംഗ് ബുക്ക് ചെയ്യുന്നത്. boating.ktdcboating.com എന്ന സൈറ്റിലാണ് KTDCയുടെ ബോട്ടിംഗ് ബുക്ക് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് KTDCയുടെ ബോട്ട്. മേളിലും താഴെയായിട്ട് 110 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ബോട്ടാണ്. KTDCക്കും ഫോറസ്റ്റിനും 2 വീതം ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഡബിൾ ഹള്ളുള്ള വലിയ ബോട്ടാണ് KTDCയുടെ. ഫോറസ്റ്റിൻ്റെ ആണെങ്കിൽ ചെറിയ ബോട്ടും. ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ രാവിലത്തെ ബോട്ടിങ്ങിന് വന്നാൽ മാത്രമേ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഏർലി മോർണിംഗിൽ ആളുകൾ വന്ന് ക്യൂ നിൽക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ടിക്കറ്റ് കിട്ടിയേക്കാം. കുമളി ടൗണിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി ബോട്ടിങ്ങിൻ്റെ പാർക്കിങ്ങിൻ്റെ ആ ഏരിയയിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ബസ്സിൽ കയറി വേണം ബോട്ട് ലാൻഡിങ്ങിലേക്ക് എത്താൻ. 30 രൂപയാണ് ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ്. ഈവനിങ് ബോട്ടിംഗ് ആയപ്പോഴത്തേക്ക് ആനിമൽസിൻ്റെ എണ്ണം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. മ്ലാവുകളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇതിനകത്ത് കിടക്കുന്ന പായലൊക്കെ തിന്നുന്നൊരു സ്വഭാവമുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ കൂട്ടമാണെങ്കിലും കാട്ടുപന്നിയുടെ കൂട്ടമൊക്കെ ആണെങ്കിലും എല്ലാവരും വെള്ളത്തിൻ്റെ സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പല കൂട്ടങ്ങൾ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. തീരെ ചെറിയ കുട്ടികൾ തൊട്ട് നല്ല സൈസുള്ള ആചാനബാഹുക്കളായ കാട്ടുപോത്തുകൾ വരെ ഒന്നിച്ച് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. KTDCയുടെ ലേക്ക് പാലസ് റിസോർട്ടിൻ്റെ ഏകദേശം ഒരു മുൻഭാഗമാണ് ഇവിടെ. ഈ ഒരു ഭാഗത്ത് മിക്കവാറും ആനിമൽ സൈറ്റിങ്സ് കൂടുതലായിട്ട് കിട്ടുന്നതാണ്. ഈ സ്പീഡ് ബോട്ട് പോകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അവർ ഈ ഡാമിലെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ടാണ് ഈ ബോട്ട് യൂസ് ചെയ്ത് ഇവിടെ പോകുന്നത്. വേനൽക്കാലത്ത് മാത്രമാണ് ഇത്രയും നന്നായിട്ട് ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്നത്. മഴക്കാലം ആയി കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ലെവൽ കൂടിയിട്ട് ഈ പുൽമേടായിട്ട് കിടക്കുന്ന ഭാഗം മുഴുവൻ വെള്ളത്തിനടിയിലാവും. ആനിമൽസിന് പുല്ല് തിന്നാൻ ഇറങ്ങാൻ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഇവർ കാട്ടിനകത്ത് തന്നെ ആയിരിക്കും. പിന്നെ കാട്ടിനകത്ത് പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ലഭ്യതയും കൂടി ഉള്ളതുകൊണ്ട് ഇവർ വെള്ളം കുടിക്കാനായിട്ടും ഇറങ്ങി വരാറില്ല. തീരെ ചെറുതായിരിക്കുമ്പോൾ കാട്ടുപോത്തിൻ്റെ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പശുക്കുട്ടിയെ പോലെ തന്നെയാണ്. വളർന്ന് വലുതായി വരുമ്പോഴാണ് അവരുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. കാട്ടുപോത്തെന്നും കാട്ടിൽ നിന്നും ഒക്കെ വിളിക്കപ്പെടുന്ന ഇവർ പശുവിൻ്റെ വർഗ്ഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യൻ കാടുകളിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ കാടുകളിലും പിന്നെ മഹാരാഷ്ട്രയിലെ ടഡോബയിലും ഒക്കെ ഇവരെ കണ്ടിട്ടുണ്ട്. ലേക്ക് പാലസിൽ താമസിക്കാൻ വരുന്നവർ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പുറത്ത് ലേക്കിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഈ ഒരു ഏരിയയിൽ ഈ ആനിമൽസിനെ വാച്ച് ചെയ്യുന്നത് സ്ഥിരം പരിപാടി തന്നെയാണ്. ഇതാണ് KTDCയുടെ ബോട്ടിങ്ങിൻ്റെ അപ്പർ ഡെക്ക്. ഒരു സൈഡിൽ 4 മറ്റേ സൈഡിൽ 4 അങ്ങനെ 8 പേരാണ് ഒരു ലൈനിൽ സീറ്റിംഗ് വരുന്നത്. ഏകദേശം 1.5 മണിക്കൂറിന് മേളിലാണ് ബോട്ടിങ്ങിൻ്റെ ടൈം. കൃത്യമായ റൂട്ടിൽ പോയിട്ട് തിരിച്ച് അതേ റൂട്ടിൽ തന്നെയാണ് വരുന്നത്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും തന്നെ കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 കൂട്ടത്തെയാണ് നമുക്ക് പലയിടത്തു നിന്നായിട്ട് കാണാൻ പറ്റിയത്. ഇവരെല്ലാം ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് രാത്രി കൂടുതൽ സമയം ഇതുപോലുള്ള ഓപ്പൺ ഏരിയ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. കാര്യം ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് ദൂരെ നിന്ന് തന്നെ കാണാനും പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിപ്പോകാനും ഒക്കെയുള്ള സൗകര്യം കൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ എടപ്പാളയം വാച്ച് ടവറിൽ പോയി താമസിച്ചപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നല്ല കൊമ്പുള്ള ഒരു മ്ലാവാണ്. ഇളം പുല്ല് തിന്നു നിൽക്കുന്ന ഭംഗിയാണ്. നമ്മുടെ ബോട്ട് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ പെട്ട കുറച്ച് മ്ലാവുകൾ ഇപ്പുറത്ത് മാറി നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങിൽ മ്ലാവും കാട്ടുപോത്തും കാട്ടുപന്നിയും ഉടുമ്പും ഒക്കെ മാത്രമാണ് കാഴ്ചകൾ കിട്ടിയത്. സാധാരണയായിട്ട് തേക്കടിയിൽ കിട്ടുന്ന ആനക്കൂട്ടത്തെയൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ഇടയ്ക്കൊക്കെ വേനൽ മഴ പെയ്യുന്നതുകൊണ്ട് കാടിൻ്റെ ഉൾഭാഗത്ത് പലയിടത്തും വാട്ടർ സോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ആനകളുടെ പ്രസൻസ് ഇപ്പോൾ ഇവിടെ കുറവ്. പിന്നെ നമ്മൾ ഇവിടെ ബോട്ടിങ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ഏരിയയിലാണ്. അങ്ങനെ ആനയെ കാണാതെ നിരാശപ്പെട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു കൊമ്പനെ കണ്ടു. ബോട്ട് അധികം അടുപ്പിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, പക്ഷേ മാക്സിമം അടുത്തേക്ക് നമ്മളെ എല്ലാ ബോട്ടിങ്ങിന് വന്നവരെ നിരാശരാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ആനയെ കാണിക്കുന്നുണ്ട്. കൊമ്പനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പുല്ല് പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തേക്കടിയിൽ ബോട്ടിങ്ങിന് വന്നിട്ട് കൊമ്പനെ ഇവിടെ നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്.
ലേക്കിൻ്റെ സൈഡിൽ. ഇല്ലില്ല, അവനിപ്പോൾ സാധാരണയായിട്ട് പിടിയാനകളുടെ കൂട്ടവും കുട്ടികളൊക്കെ ആയിട്ടുള്ള വലിയ വലിയ കൂട്ടങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇത്തവണ നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. ആകെ കണ്ടത് ഈ കൊമ്പൻ മാത്രമാണ്. അരവിയാന അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കൊമ്പനാണ്. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ബോട്ടുകളെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ ബോട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്കുകൾക്കായിട്ട് ആളുകളെ കൊണ്ടുവന്ന ബോട്ടാണിത്. ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടിംഗ് നടത്തുന്ന ബോട്ട്. ഈ ബോട്ടിൽ ബോട്ടിംഗ് എടുക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. 2 ക്യൂ ആയിട്ടാണ് നമുക്കിവിടെ ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. അതിൽ ഫോറസ്റ്റിൻ്റെ ക്യൂവും KTDCയുടെ ക്യൂവും സെപ്പറേറ്റ് തന്നെയാണ്. അപ്പോൾ അവധിക്കാലത്ത് കാട്ടിലേക്കൊരു യാത്ര പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ബോട്ടിങ് നല്ലൊരു ഓപ്ഷനാണ്. തേക്കടിയിൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ളൊരു ബോട്ടിംഗ് ഓപ്ഷൻ കേരളത്തിലുള്ളത്, പ്രത്യേകിച്ച് കാടിൻ്റെ ഉള്ളിൽ. പ്രായമായവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇവിടെ വന്ന് ബോട്ടിംഗ് നടത്താൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ അകത്തെ മറ്റ് പ്രോഗ്രാംസിന് ഏജ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികളെയും കൊണ്ടൊന്നും വരാൻ പറ്റില്ല. തീറ്റയൊക്കെ തിന്നിട്ട് മെല്ലെ വിശ്രമം തുടങ്ങിയിട്ടുണ്ട് കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളൊക്കെ. പിന്നെ മരക്കൊമ്പിലിരിക്കുന്ന ഒരുപാട് പക്ഷികളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല കാറ്റുള്ളതുകൊണ്ട് ആ കാറ്റിൽ നിന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു ആഷിവുഡ് സാലമാണ് ഇണകാത്തേവൻ. മരക്കൊമ്പിൽ നിന്ന് പറക്കാതെ അവിടെ നിന്നുകൊണ്ട് പറന്ന് കളിക്കുകയാണ് അവൻ. കുറേ നേരമായിട്ട് കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ചിറകും വാലും ഒക്കെ ചലിപ്പിച്ച് അവനിരിക്കുന്ന കാണാൻ നല്ല രസം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്കെത്തി. ബോട്ടിങ് ഏകദേശം തീരാനായി. 5:30 5:45 കൂടി ഇവിടുത്തെ ബോട്ടിങ് അവസാനിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ആനിമൽസിൻ്റെ സൈറ്റിങ്സ് കിട്ടിയത് അവസാനത്തെ ബോട്ടിങ്ങിലാണ്, 3:15 തൊട്ട് 5:30 വരെയുള്ള ബോട്ടിങ്ങിൽ. ബോട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഇരുകരകളിലുമായിട്ട് ഒരുപാട് മൃഗങ്ങൾ വന്നിട്ട് തീറ്റ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഏത് ടൈമിലെ ബോട്ടിങ്ങാണ് ഏറ്റവും നല്ലതെന്ന്. ശരിക്കും നമ്മൾ എടുത്തതിൽ ഈവനിങ്ങിലെ ബോട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആനിമൽ സൈറ്റിങ്സ് കിട്ടിയത്. മോർണിംഗും ഉച്ചയ്ക്കത്തെ ബോട്ടിങ്ങിനൊക്കെ ആനിമൽ സൈറ്റിങ്സ് വളരെ കുറവ്. അതെന്ന് പറഞ്ഞാൽ ആനിമൽസ് വെയിൽ നന്നായിട്ട് താഴ്ന്നതിന് ശേഷമാണ് ഈ വെള്ളമുള്ള ഭാഗങ്ങളിലേക്ക് തീറ്റയ്ക്കായിട്ടും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് തന്നെ വരിക. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടാവില്ല. അവധിക്കാലം അടിച്ചു പൊളിക്കാനും കാടിനെ കണ്ട് മനസ്സിലാക്കാനും കാട്ടിലെ മൃഗങ്ങളെ കാണാനും ഒക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് തേക്കടിയിലെ ബോട്ടിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.